ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഡയഗണലൈസേഷൻ ഓഫ് എ മെട്രിക്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു മെട്രിക്സ് തന്നിട്ട് അതിനെ ഡയഗണലൈസ് എന്ന് പറയുന്ന സമയത്ത് ആ മെട്രിക്സിന് കറസ്പോണ്ടിങ് ഡയഗണൽ മെട്രിക്സ് ഫോം ചെയ്യുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഡയഗണലൈസ് ദി ഫോളോയിങ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് 5 4 1 2 എന്ന് പറയുന്ന ഒരു മെട്രിക്സാണ് തന്നിരിക്കുന്നത് അല്ലേ. സോ ഈ മെട്രിക്സിന് ഡയഗണലൈസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൈനൽ ആൻസറിലോട്ട് നിങ്ങൾ നോക്കി നോക്കൂ. നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? D = 1 0 0 6 എന്ന് പറയുന്ന ഒരു മെട്രിക്സാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ആണ് ഏത്? 1 0 0 6. സോ 1 0 0 6 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കിട്ടി. ഇതെന്ന് പറയുന്നത് ഇതിന് കറസ്പോണ്ടിങ് ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആവുന്ന ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡയഗണലൈസ് എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ഡയഗണൽ മെട്രിക്സ്, അത് വേണമെങ്കിൽ ഈ ഡയഗണൽ ആവാം അല്ലെങ്കിൽ ഈ ഡയഗണൽ ആവാം, ഏതോ ആയിക്കോട്ടെ. സോ ഒരു മെട്രിക്സിന് കറസ്പോണ്ടിങ് ഡയഗണൽ മെട്രിക്സ് ഫോം ചെയ്യുന്നതിനാണ് ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു ഡയഗണൽ മെട്രിക്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഡയഗണൽ മെട്രിക്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം P ഇൻവേഴ്സ് ഇൻറ്റു A ഇൻറ്റു P എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ അവിടുത്തെ P എന്ന് പറയുന്നത് മോഡൽ മെട്രിക്സ്, അത് നമ്മൾ ഫോം ചെയ്യണം. ആ P എന്ന് പറയുന്ന മെട്രിക്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആ തന്നിരിക്കുന്ന മെട്രിക്സിനെയാണ് നമ്മൾ A എന്ന് നെയിം ചെയ്യുന്നത്. സോ A ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ അറിയാം. ഇനി P കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, P എന്ന് പറയുന്നത് മെട്രിക്സ് തന്നെയാണ്. ആ P എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടുന്ന എയ്ഗൺ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എയ്ഗൺ വെക്റ്റേഴ്സ് ഫോം ചെയ്യും. ആ എയ്ഗൺ വെക്റ്റേഴ്സിനെ നമ്മൾ ഒരു മെട്രിക്സിനകത്ത് എഴുതി കഴിഞ്ഞാൽ അതാണ് P എന്ന് പറയുന്ന മോഡൽ മെട്രിക്സ്. സോ ഡയഗണലൈസ് എന്ന് പറയുമ്പം ഓർക്കുക, ആദ്യം നമ്മൾ എയ്ഗൺ വാല്യൂസ് കണ്ടെത്തണം, അതിനുശേഷം നമ്മൾ എയ്ഗൺ വെക്റ്റേഴ്സ് ഫോം ചെയ്യണം. ആ എയ്ഗൺ വെക്റ്റേഴ്സിനൊക്കെ ഒരു മെട്രിക്സിനകത്ത് എഴുതി കഴിഞ്ഞാൽ അതാണ് P എന്ന് പറയുന്ന മെട്രിക്സ്. P കിട്ടിക്കഴിഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ് കിട്ടണമെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്താണ്? P ഇൻവേഴ്സ് ഇൻറ്റു A ഇൻറ്റു P. അപ്പോൾ P ഇൻവേഴ്സ് കാണണം. അപ്പോൾ P കിട്ടുമ്പോൾ P ഇൻവേഴ്സ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം ഇക്വേഷൻ 1/det ഓഫ് A ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് A ചെയ്ത് കഴിഞ്ഞാൽ P ഇൻവേഴ്സ് കാണാമെന്ന്. സോ ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ P ഇൻവേഴ്സ് കാണുന്നു. പിന്നീട് അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷനാണ് നടക്കുന്നത്. P ഇൻവേഴ്സ് ഇൻറ്റു A ഇൻറ്റു P എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു. അത് പ്രകാരം നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് നമ്മൾ ഒറിജിനൽ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ഡയഗണൽ മെട്രിക്സ്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഡയഗണലൈസ് ദ മെട്രിക്സ് 5 4 1 2. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എയ്ഗൺ വാല്യൂസ് ഫോം ചെയ്യുക. എയ്ഗൺ വാല്യൂസ് ഫോം ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഡിറ്റർമിനൻ്റ് ഓഫ് A മൈനസ് ലാംഡ ഈക്വൽ ടു 0നോട് ഇക്വേറ്റ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ലാംഡയുടെ വാല്യൂ ആണ് എയ്ഗൺ വാല്യൂസ്. പ്രീവിയസ് ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്, ഓർമ്മയില്ലെങ്കിൽ എയ്ഗൺ വാല്യൂസിൻ്റെ സെക്ഷൻ കേൾക്കുക. എയ്ഗൺ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 2 എയ്ഗൺ വാല്യൂ ഉണ്ട്. ഓരോന്നിനും കറസ്പോണ്ടിങ് എയ്ഗൺ വെക്റ്റർ കണ്ടെത്തുക. അതും പ്രീവിയസ് ഇയർ ക്ലാസ് ആണ്. സോ എയ്ഗൺ വെക്റ്റർ കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇക്വേഷൻ A മൈനസ് ലാംഡ I. ലാംഡ ഇവിടെ 1ന് കറസ്പോണ്ടിങ് ആണ്. സോ A മൈനസ് 1 ഇൻറ്റു I ഇൻറ്റു K ഈക്വൽ ടു 0. ഈ ഓപ്പറേഷനിൽ നമുക്ക് A മൈനസ് I എന്ന് പറയുന്ന മെട്രിക്സിന് കറസ്പോണ്ടിങ് എന്ത് ഫോം ചെയ്യണം? എഷ്ലോൺ ഫോം ചെയ്യണം. അപ്പോൾ എഷ്ലോൺ ഫോം ഈ ഓരോ ഓപ്പറേഷനിലൂടെ നമുക്ക് കിട്ടുന്നത് ഇതാണ്. സോ അതിന് പകരം നമുക്ക് ഇത് ഇൻറ്റു K1 K2 = 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് K1 + K2 = 0. സോ K1 നമ്മളൊരു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് K2 = -1 കിട്ടുന്നു. അപ്പോൾ എയ്ഗൺ വെക്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? 1 -1 ആണ്. സോ ഒരു എയ്ഗൺ വെക്റ്റർ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ലാംഡയ്ക്ക് 2 വാല്യൂസ് ഉണ്ട്, 2 എയ്ഗൺ വാല്യൂസ് ഉണ്ട്.
സോ ലാംഡ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ഏഗൺ വെക്ടർ കിട്ടി. ഇനി ലാംഡ ഈക്വൽ ടു 6ന് കറസ്പോണ്ടിങ് ഏഗൺ വെക്ടർ കിട്ടണം. എ മൈനസ് ലാംഡ ഇ ഇൻറ്റു കെ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനിൽ ലാംഡേൻ്റെ സ്ഥാനത്ത് 6 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ എഴുതാം. ഇതിലുള്ള ഈ മാട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യണം? എഷ്ലോൺ ഫോമിലോട്ട് മാറ്റണം. എഷ്ലോൺ ഫോമിലോട്ട് മാറ്റി ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഏഗൺ വെക്ടേഴ്സ് ഫോം ചെയ്യുന്നത്. ദെൻ ദാറ്റ് ഇൻറ്റു K1 K2 ഈക്വൽ ടു 0നോട് ഇക്വേറ്റ് ചെയ്തു. ഇതിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണിത്. K1 ഈക്വൽ ടു 4K2 എന്ന് കിട്ടും. ഇതിൽ K2 ഈക്വൽ ടു 0 കൊടുത്താൽ K1 ഈക്വൽ ടു 1 കൊടുക്കാതിരിക്കാൻ കാരണം K1 ഈക്വൽ ടു 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? K2 ഈക്വൽ ടു 1/4 എന്നൊക്കെ വരില്ലേ? ഒരു ഫ്രാക്ഷണൽ ഫോമിലല്ലേ വരുന്നത്. അതിന് പകരം നമുക്ക് K2 ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ? K1 ഈക്വൽ ടു 4 എന്ന് കിട്ടില്ലേ? സോ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ നമുക്ക് രണ്ടാമത്തെ ഏഗൺ വെക്ടറും കിട്ടിക്കഴിഞ്ഞു 4 1. സോ ഓരോ ഏഗൺ വെക്ടറിനെയും K1 K2 എന്ന് പറയുന്ന പേരിൽ കൊടുക്കുന്നു. സോ ആദ്യത്തെ ഏഗൺ വെക്ടറായിരുന്നു 1 - 1 എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഏഗൺ വെക്ടറാണ് 4 1 എന്ന് പറയുന്നത്. സോ രണ്ട് ഏഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ഏഗൺ വെക്ടേഴ്സാണിത്. ഇത് രണ്ടിനെയും കൂടി ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ ഏഗൺ വെക്ടർ രണ്ടാമത്തെ ഏഗൺ വെക്ടർ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സ് ആണ് പി എന്ന് പറയുന്ന മോഡൽ മെട്രിക്സ്. ഓക്കെ. സോ ഇതിലോട്ട് എത്തണമെങ്കിൽ ആദ്യം ഏഗൺ വാല്യൂസ് കാണണം, രണ്ടാമത് ഏഗൺ വെക്ടർ കണ്ടെത്തണം. ഇനി പി എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് പി ഇൻവേഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. പി ഇൻവേഴ്സ് കാണാൻ നമുക്കറിയാം ഇക്വേഷൻ 1/determinant A ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ആണ്. സോ 1/determinant A. സോ ഡിറ്റർമിനൻ്റ് ഓഫ് പി കാണണം. ഡിറ്റർമിനൻ്റ് പി കാണാൻ എന്താ ചെയ്യുക? പി എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പം ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി സി ഡി ഈക്വൽ ടു നമുക്കറിയാം AD മൈനസ് BC ആണ്. സോ അത് പ്രകാരം ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 1 × 1 മൈനസ് -1 × 4 ദാറ്റ് ഈസ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് 4 ആവും. സോ 1 + 4 = 5 എന്ന് ഡിറ്റർമിനൻ്റ് കിട്ടി. ഇനി അഡ്ജോയിൻ്റ് കാണണം. അഡ്ജോയിൻ്റ് കാണുക എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ് അല്ലായിരുന്നോ? മുന്നേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചതാണ് ഇൻവേഴ്സ് കാണുന്നതൊക്കെ. സോ ഓർമ്മയില്ലെങ്കിൽ നോട്ട് മറിച്ചിട്ട് നോക്കുക, റിവൈസ് ചെയ്യാം. സോ അഡ്ജോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് കോഫാക്ടർ മെട്രിക്സ് കിട്ടണം. സോ നമുക്ക് ഈ കോഫാക്ടർ മെട്രിക്സ് കിട്ടും. ഇതായിരിക്കും കോഫാക്ടർ മെട്രിക്സ് ആയിട്ട് കിട്ടുക. അതിൻ്റെ ട്രാൻസ്പോസാണ് അഡ്ജോയിൻ്റ്. സോ ട്രാൻസ്പോസ് കിട്ടി. അപ്പോൾ അഡ്ജോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ പി ഇൻവേഴ്സ് = 1/5 ഇൻറ്റു ദാറ്റ് അഡ്ജോയിൻ്റ് മെട്രിക്സ് എഴുതി. അപ്പോൾ നമുക്ക് പി ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഡയഗണൽ മെട്രിക്സ് കിട്ടാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് D = P ഇൻവേഴ്സ് AP എന്ന് പറയുന്നത്. സോ D = എന്ന് എഴുതിയാലും തെറ്റില്ല, ദാറ്റ് ഈക്വൽ ടു D ആണെന്ന് പറഞ്ഞാലും തെറ്റില്ല. സോ D = P ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ മൊത്തം ഇത് മൊത്തമാണ് പി ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സോ പി ഇൻവേഴ്സിൻ്റെ സ്ഥാനത്ത് ഇത് മുഴുവൻ എഴുതി. ഇനി എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മെട്രിക്സ്. നമ്മളെ ക്വസ്റ്റ്യനാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി പി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മെട്രിക്സ് ആണ് പി. സോ അത് മൂന്നും അടുപ്പിച്ചെഴുതി. അപ്പോൾ ആദ്യം ഈ രണ്ട് മെട്രിക്സ് തമ്മിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പം അടുത്തടുത്തിരിക്കുന്ന ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഓർക്കുക. എങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്? നേരെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ അല്ല ചെയ്യേണ്ടത്. എങ്ങനെയായിരുന്നു ചെയ്യുക? ഫസ്റ്റ് റോയിന് ഫസ്റ്റ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതിയാൽ ഈ എലമെൻറ്റ് കിട്ടും. അപ്പോൾ 5 × 1 + 4 × -1 അതായത് 5 - 4 = 1 എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് റോയിന് സെക്കൻഡ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ എലമെൻറ്റ് കിട്ടും. സോ 5 × 4 + 4 × 1 അതായത് 20 + 4 24 എന്ന് കിട്ടുന്നു. ഇനി സെക്കൻഡ് റോയിന് ഫസ്റ്റ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ എലമെൻറ്റ് കിട്ടുന്നത്. സോ 1 × 1 + 2 × -1 അതായത് 1 - 2 = -1 എന്ന് കിട്ടുന്നു. ഇനി സെക്കൻഡ് റോയിന് സെക്കൻഡ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ എലമെൻറ്റ് കിട്ടുന്നത്. 1 × 4 + 2 × 1 ദാറ്റ് ഈസ് 4 + 2 6 എന്ന് വരുന്നു. സോ അതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ആ രണ്ട് മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് ഇതെന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, സെയിം പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണിത്. ആ 1/5 ഔട്ട്സൈഡ് തന്നെ വെക്കുന്നു, അത് അവസാനം ഉള്ളിലോട്ട് എടുക്കുന്നു. അത് ഉള്ളിലോട്ട് എടുക്കുക എന്ന് പറയുന്നത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. നേരെ എല്ലാ എലമെൻസും 5 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 5/5 എന്ന് പറഞ്ഞാൽ 1 എന്ന് വരും.
0/5 0 തന്നെ, ദെൻ 0/5 0 തന്നെ, 30/5 എന്ന് പറയുന്നത് 6 എന്ന് വരും. സോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ഡയഗണൽ മെട്രിക്സ് കിട്ടുന്നത്. സോ ഇതാണ് ഡി എന്ന് പറയുന്ന ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനോട് ഉണ്ട്. ഇതിൻ്റെ ഡയഗണൽ മെട്രിക്സ് ഫോം ചെയ്യാനാണ്. ആദ്യം തന്നെ ഡിറ്റർമിനൻ്റ് ഓഫ് a - λ = 0 ഇക്വേറ്റ് ചെയ്യാം. 2 ഏഗൺ വാല്യൂസ് കിട്ടി. ഇനി ഓരോ ഏഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ഏഗൺ വെക്റ്റർ ഫോം ചെയ്യാം. ആദ്യത്തെ ഏഗൺ വെക്റ്റർ ഇതാണ് കിട്ടിയത്. രണ്ടാമത്തതിന് കറസ്പോണ്ടിങ് ഏഗൺ വെക്റ്റർ ഫോം ചെയ്യുമ്പോൾ കിട്ടിയിരിക്കുന്ന ഏഗൺ വെക്റ്ററാണിത്. സോ അതിനെ രണ്ടിനെയും അടുപ്പിച്ചെഴുതി കഴിഞ്ഞാൽ പി എന്ന് പറയുന്ന മോഡൽ മെട്രിക്സ് കിട്ടും. ഇനി ആ പീൻ്റെ ഇൻവേഴ്സ് കാണാം. ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് ഡിറ്റർമിനൻറ്റും അഡ്ജോയിൻ്റൊക്കെ കണ്ടിട്ടാണ് പി ഇൻവേഴ്സ് കാണാം. ഇനി പി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു പി ചെയ്ത് കഴിഞ്ഞാലാണ് ഡി കിട്ടുക. സോ അങ്ങനെ കിട്ടിയിരിക്കുന്ന ഡയഗണൽ മെട്രിക്സ് ആണിത്. 1 0 0 5 എന്ന് പറയുന്ന ഡയഗണൽ മെട്രിക്സ് കിട്ടി. ശരിയല്ലേ? ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിട്ടുള്ള ഒരു ഡയഗണൽ മെട്രിക്സ് അല്ലേ കിട്ടിയത്. സോ അതാണ് ഡയഗണലൈസേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ പറയാനുള്ളത്. ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എസ്സേക്കൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ വൃത്തിക്ക് പഠിച്ചു വെച്ചോളാം. ഓക്കെ, താങ്ക് യു.